തൃശൂർ സഫാരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ജലക്ഷാമത്തെ എങ്ങനെ നേരിടാമെന്നാണ്. നമ്മൾ ചിലരെങ്കിലും ഈ ഒരവസ്ഥ എപ്പോഴെങ്കിലും നേരിട്ടിരിക്കാം. ഇങ്ങനെയൊരു അവസ്ഥ തരണം ചെയ്യുവാനായി ഇവിടെ റൂഫിംഗ് ഷീറ്റിലെ PVC പാത്തികൾ ഉപയോഗിച്ച് കിണർ റീചാർജിംഗ് സംവിധാനം ചെയ്തിരിക്കുന്നു. ഇതിനായി വീടിന്റെ മുകളിലെ GA ഷീറ്റുകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. വീടുകൾക്ക് മാത്രമല്ല കെട്ടിട സമുച്ചയങ്ങളിലും ഇത്തരത്തിൽ തരപ്പെടുത്താവുന്നതാണ്. ഇതിനായി പാത്തികളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ബെൻ പൈപ്പുകൾ ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളം വീടിനോടും കെട്ടിടത്തിനോടും ചേർത്തിട്ടുള്ള PVC ഫിൽറ്ററിലേക്കാണ് ചെല്ലുന്നത്. ഫിൽറ്ററിനകത്ത് മണൽ, ബേബി മെറ്റൽ, കരി, അതിനുമേലെ മെറ്റൽ എന്നിവ താഴെ നിന്നും യഥാക്രമം നിറച്ചിരിക്കുന്നു. ഫിൽറ്ററിൽ നിന്നും പുറത്തേക്കുള്ള PVC പൈപ്പിന്റെ ആരംഭത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വല ഘടിപ്പിക്കണം. ഫിൽറ്ററിന് മുകളിൽ വന്നു ചേരുന്ന വേസ്റ്റ് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുവാനും മെറ്റീരിയൽസ് ഇടയ്ക്ക് പുറത്തെടുത്ത് കഴുകി റീസെറ്റ് ചെയ്യുവാനും തയ്യാറാകണം. ഫിൽറ്ററിൽ നിന്നും പുറത്തേക്കുള്ള PVC പൈപ്പുകൾ ഗേജ് കൂടിയതും വട്ടം കൂടിയതുമായ മറ്റൊരു PVC പൈപ്പിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. വട്ടം കൂടിയ PVC പൈപ്പ് നേരിട്ട് കിണറ്റിലേക്ക് നീട്ടിയെടുത്ത് കിണറിനകത്തേക്ക് ഇട്ടിരിക്കുന്നു. അഗ്രത്തിൽ ഓരോ ബെൻ പൈപ്പുകൾ ഘടിപ്പിച്ചത് മൂലം നേരെ കിണറിന്റെ നടുഭാഗത്തേക്ക് വെള്ളം പതിക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ ബെൻ പൈപ്പിനോട് ചേർത്ത് നൈലോൺ വല കിണറിന്റെ ആഴം വരെ ചേർത്തിട്ടാൽ വെള്ളം കുത്തി വീഴുവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇവിടെ വേനൽമഴ ഏകദേശം 1 മണിക്കൂർ ലഭിക്കാനിട വന്നാൽ ഏകദേശം 8 അടിയോളം ഉയരത്തിൽ വെള്ളം ഉയരും. ആ ജലം ഏകദേശം 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഈ സംവിധാനത്തിന് ഏകദേശം 20,000 രൂപയോളം ചെലവായി. ഏരിയ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പറഞ്ഞതിൽ കുറഞ്ഞ ചെലവേ വരൂ. ഏതായാലും ഈ വരുന്ന മഴക്കാലത്തെ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്താതെ മൊത്തമായി നമ്മുടെ കിണറിൽ സമ്പാദിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.